ആദിയിൽ ഉണ്ടായിരുന്നത് എന്ത്? വചനം. വചനം ആരായിരുന്നു? ദൈവം. മനുഷ്യരുടെ വെളിച്ചമായിരുന്നത് എന്തായിരുന്നു? ജീവൻ. വെളിച്ചത്തിന് സാക്ഷ്യം നൽകാൻ ദൈവം അയച്ച മനുഷ്യൻ ആര്? യോഹന്നാൻ. തന്നിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ വചനം എന്തു നൽകി? കഴിവ്. വചനം എന്തായാണ് നമ്മുടെ ഇടയിൽ വസിച്ചത്? മാംസമായി. വചനത്തിൽ എന്തെല്ലാമാണ് നിറഞ്ഞു നിന്നിരുന്നത്? കൃപയും സത്യവും. നിയമം ആരു വഴിയാണ് നൽകപ്പെട്ടത്? മോശ. കൃപയും സത്യവും ഉണ്ടായത് ആരു വഴിയാണ്? യേശുക്രിസ്തു. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ഏകജാതൻ ആരെയാണ് വെളിപ്പെടുത്തിയത്? ദൈവത്തെ. യഹൂദർ ജെറുസലേമിൽ നിന്നും യോഹന്നാൻ്റെ അടുത്തേക്ക് അയച്ചത് ആരെല്ലാമാണ്? പുരോഹിതന്മാരും ലേവ്യരും. യോഹന്നാൻ എന്താണ് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചത്? ക്രിസ്തുവല്ല എന്ന്. കർത്താവിൻ്റെ വഴികൾ നേരെയാക്കുവിനെന്ന് എവിടെ വിളിച്ചു പറയുന്നവൻ്റെ ശബ്ദമാണ് താനെന്നാണ് യോഹന്നാൻ പറഞ്ഞത്? മരുഭൂമിയിൽ. യോഹന്നാൻ്റെ അടുത്തേക്ക് ആളുകളെ അയച്ചത് ആരായിരുന്നു? ഫരിസേയർ. യോഹന്നാൻ എന്തുകൊണ്ടാണ് സ്നാനം നൽകിയിരുന്നത്? ജലം കൊണ്ട്. യോഹന്നാൻ സ്നാനം നൽകിക്കൊണ്ടിരുന്ന ജോർദാൻ്റെ അക്കരെയുള്ള സ്ഥലമേത്? ബഥാനിയ. ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്ന് യോഹന്നാൻ ആരെയാണ് വിശേഷിപ്പിച്ചത്? യേശുവിനെ. യേശുവിൻ്റെ മേൽ ആത്മാവ് ഏതു രൂപത്തിലാണ് ഇറങ്ങി വന്നത്? പ്രാവിനെ പോലെ. പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം നൽകുന്നത് ആരാണ്? യേശു. റബ്ബി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഗുരു. യേശുവിനെ അനുഗമിച്ച 2 ശിഷ്യന്മാരിൽ ഒരാളായ അന്ത്രയോസിൻ്റെ സഹോദരൻ ആര്? ശിമയോൻ പത്രോസ്. ശിമയോന് യേശു നൽകിയ പുതിയ പേര് എന്താണ്? കേപ്പ അല്ലെങ്കിൽ പാറ. അന്ത്രയോസിൻ്റെയും പത്രോസിൻ്റെയും പട്ടണം ഏതായിരുന്നു? ബെത്സയിദ.
നസ്രത്തിൽ നിന്നും എന്തെങ്കിലും ഒരു നന്മയുണ്ടാകുമോ എന്ന് ചോദിച്ച ആര്? നഥാനിയേൽ. പീലിപ്പോസ് വിളിക്കുന്നതിന് മുമ്പ് നഥാനിയേൽ എവിടെ ഇരിക്കുമ്പോഴാണ് ഈശോ കണ്ടത്? അത്തിമരത്തിൻ്റെ ചുവട്ടിൽ. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കാൻ ഇരുളിനു കഴിഞ്ഞില്ല. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 1:5. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. യോഹന്നാൻ 1:14. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. യോഹന്നാൻ 1:29. അവൻ പറഞ്ഞു, വന്നു കാണുക. അവർ ചെന്നു അവൻ വസിക്കുന്നിടം കാണുകയും അന്ന് അവനോടുകൂടെ താമസിക്കുകയും ചെയ്തു. യോഹന്നാൻ 1:39. റബ്ബി, അങ്ങ് ദൈവപുത്രനാണ്, ഇസ്രായേലിൻ്റെ രാജാവാണ്. യോഹന്നാൻ 1:49.